മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ കിഫ്ബി പദ്ധതിയെ കടന്നാക്രമിച്ച് UDF സർക്കാരിന്റെ ധവളപത്രം. നികുതി വരുമാനം ചോർത്തിയെന്നും ധനപ്രതിസന്ധി രൂക്ഷമാക്കിയെന്നുമാണ് വിമർശനം. സമാന്തര അധികാര കേന്ദ്രമായി കിഫ്ബി മാറിയെന്നും പദ്ധതികളുടെ 20% കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമായി നൽകിയെന്നും ധവളപത്രം കുറ്റപ്പെടുത്തുന്നു. വിശദമായ ഓഡിറ്റ് വേണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ കിഫ്ബി പദ്ധതിക്കെതിരായ വിമർശനങ്ങളെ പ്രതിപക്ഷം തള്ളിക്കളഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള വജ്രായുധമായി ഇടത് സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി പദ്ധതിയെക്കുറിച്ചുള്ള UDF സർക്കാരിന്റെ കുറ്റപത്രമായി സഭയിൽ വച്ച ധവളപത്രം. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള മികച്ച നീക്കമായിരുന്നുവെങ്കിലും നടത്തിപ്പിൽ പാളിച്ച പറ്റി. സ്വന്തം കടമെടുപ്പ് പരിപാടികളും പദ്ധതികളുമുള്ള രണ്ടാം സർക്കാരായി കിഫ്ബി മാറിയെന്നാണ് കുറ്റപ്പെടുത്തൽ. തനതായ വരുമാന സ്രോതസ്സുകളോ ചിലവ് നിയന്ത്രണ സംവിധാനമോ കിഫ്ബിക്കില്ല. ആകെ കടമെടുത്ത 42,053 കോടിയിൽ 10,000 കോടിയിൽ താഴെ മാത്രമാണ് ഇതുവരെ തിരിച്ചടച്ചത്. കടം മേടിച്ചേക്കണ പലിശ നിരക്ക് കേട്ടാൽ നിങ്ങൾ തലയുറ്റി വീഴും. ഒറ്റ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കീമുമില്ല കിഫ്ബിയിൽ. കിഫ്ബിയുടെ ജില്ലകളോടുള്ള സമീപനത്തെയും ധവളപത്രം ചോദ്യം ചെയ്യുന്നു. ആകെ അംഗീകരിച്ച പദ്ധതികളിൽ 20% കണ്ണൂർ ജില്ലയിലാണ്. പദ്ധതി വിതരണത്തിൽ മുൻഗണനകളേക്കാൾ രാഷ്ട്രീയം കലരുന്നു. കിഫ്ബിയുടെ കടമെടുപ്പ് തീരുമാനങ്ങൾക്കും മറ്റും സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണമില്ലാത്തതും പോരായ്മയായി ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം വിമർശനങ്ങളെ പ്രതിപക്ഷം പൂർണ്ണമായും തള്ളി. ഇതുവരെയുള്ള എല്ലാ രേഖകളും ബാധ്യതകളെക്കുറിച്ചുമുള്ള വിവരങ്ങളും കിഫ്ബി സർക്കാരിന് സമർപ്പിക്കണമെന്ന ആവശ്യവുമുണ്ട്. വിശദമായ ഓഡിറ്റിലേക്ക് പോകാനാണ് നീക്കം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.